ഡേയ്സി ചെടീൻ്റെ പൂവിൻ്റെ ആ കനം കൊണ്ടാണ് തോന്നുന്നു കേട്ടോ ഓരോ കൊമ്പും അങ്ങനെ ചാഞ്ഞിട്ടുണ്ട്. കാരണം അത്ര കനമില്ലാത്ത കൊമ്പുകളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കയറ് കെട്ടിക്കൊടുത്തിരുന്നു, വീണ്ടും ഒന്നും കൂടി കെട്ടിക്കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം അങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്ര പൂക്കളാണെന്ന് അറിയോ? ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്ര പൂക്കൾ കാണുന്നത്. വരുന്നവരും കാണുന്നവരും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത് എവിടുന്നാണ് ഈ ചെടി, എവിടുന്നാണ് വാങ്ങിയത് എന്ന്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാത്തു തന്നാട്ടോ എനിക്കിത്. ഇതിൻ്റെ വയലറ്റ് അവരുടെ അടുത്തുണ്ടായിരുന്നു, അത് പോയി തോന്നുന്നുണ്ട്. അപ്പം ഞാൻ തവണ ഗാർഡനിൽ പോയപ്പോൾ ഇതിൻ്റെ വയലറ്റ് ഉണ്ടോ നോക്കി, പക്ഷേ ഇല്ല കേട്ടോ. അപ്പം നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, മുറ്റം നിറയെ വേണമെങ്കിൽ ഓരോ ചട്ടിയിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാവും കാണാൻ കേട്ടോ. പിന്നെ നമ്മുടെ റോസാ ചെടികളൊന്നും കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മണ്ണാർക്കാട് നിന്ന് വാങ്ങിയതാണ്, പണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളയും ലൈറ്റ് റോസും എന്താണെന്ന് അറിയില്ല, ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ